ഓക്കെ, സോ iQOOൻ്റെ കഴിഞ്ഞ വർഷത്തെ ഹൈലി റിവ്യൂഡ് ആൻഡ് ഹൈലി സക്സസ്ഫുൾ iQOO 7 സീരീസിന് ശേഷം ഇപ്പോൾ iQOOൻ്റെ 9 സീരീസ് കൊണ്ട് വന്നിരിക്കുകയാണ്. ആ iQOO 9 സീരീസിലുള്ള iQOO 9ൻ്റെ അൺബോക്സിംഗ് പിന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്തിന് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. iQOOൻ്റെ ടിപ്പിക്കൽ ബ്ലാക്ക് പാക്കേജിങ്ങിലാണ് ഫോൺ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. ഫോൺ തൽക്കാലം മാറ്റി വെക്കാം. ഡോക്യുമെന്റേഷൻസ് വരുന്നുണ്ട്. സിം ഇജക്ടർ പിൻ, സിലിക്കോൺ TPU കേസ്, 120 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജർ, ടൈപ്പ് സി ടു ടൈപ്പ് സി USB കേബിൾ ആൻഡ് ഫൈനലി ടൈപ്പ് സി ടു 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഡോങ്കിൾ. സോ ഇതാണ് നമ്മുടെ iQOO 9. ഓക്കെ, iQOO 7 കമ്പയർ ചെയ്യുമ്പോൾ ഹാൻഡ്ലിംഗ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിലും നല്ല സോളിഡ് ബിൽഡ് കിട്ടുന്നുണ്ട്. നോ പ്രോബ്ലം വിത്ത് ദ ബിൽഡ്. നല്ല സോളിഡ് ബിൽഡ് ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടി വൈഡ് ആണ്. അത് കുറച്ചും കൂടി വിഡ്ത്ത് കുറവായിരുന്നു. പക്ഷേ അതിൻ്റെ ലെങ്ത് കൂടുതലായിരുന്നു. അത് നല്ല പൊക്കമുള്ള ഒരു ഫോണായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് 200 gram ആണ്. തിക്നെസ് ആണ് 8.6 mm. AG ഗ്ലാസിൻ്റെ കോട്ടിംഗ് വരുന്നുണ്ട്. ബാക്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട്, ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട് സ്മഡ്ജസിൻ്റെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. 2 കളർ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ആണ് ഈ ഒരു ബ്ലാക്ക് ഓപ്ഷൻ, കുറച്ചും കൂടി സട്ടിൽ ഓപ്ഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഒരു വൈറ്റ് കളർ വിത്ത് ദാറ്റ് BMW സ്ട്രിപ്പ്. ഫ്രാങ്ക്ലി എനിക്ക് കുറച്ചും കൂടി താല്പര്യം മറ്റ് ഡിസൈനാണ്. പക്ഷേ നമുക്ക് കിട്ടിയ ഫോൺ ഇതാണ്. സോ നമുക്ക് ഇത് വെച്ച് മാനേജ് ചെയ്യാം. 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD+ 10-bit AMOLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 300 Hz ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട് വിത്ത് 1000 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ്. HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ്നസ് അത്യാവശ്യമുണ്ട്. എനിക്ക് കറക്റ്റ് നിറ്റ്സ് അറിയില്ല, പക്ഷേ ബ്രൈറ്റ്നസ് ഇസ് ഇനഫ്, മോർ ദൻ ഇനഫ്. ഔട്ട്സൈഡ് ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ബ്രൈറ്റ്നസ് ഇസ് മോർ ദൻ ഇനഫ്. സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. പിന്നെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും 1080p ഫുൾ HD കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. അതിനോടൊപ്പം തന്നെ AMOLED ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി നല്ലതാണ്. നമ്മൾ എത്ര മാക്സ് വോളിയം ഇട്ടാലും ക്രാക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു സംഭവമൊന്നും ഇല്ല. ഓക്കെ, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. ഞാനൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. സോ നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയാണ്. ആ ബേസ് കറക്റ്റ് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സോ എൻ്റെ മൈക്കിലൂടെ അവിടെ ചെല്ലുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എനിവേ ബേസൊക്കെ നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. നല്ല കോൺട്രാസ്റ്റ്, നല്ല കളർ കാലിബ്രേഷൻ ചെയ്തിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ആ ഒരു 120 Hz റിഫ്രഷ് റേറ്റ്, ആ ഒരു സ്മൂത്ത്നെസ് അറിയാനുണ്ട്. ഓക്കെ, നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്പ്ലേയും പ്ലസ് ആ ഒരു സ്റ്റീരിയോ സ്പീക്കറുടെ കോമ്പിനേഷൻ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. iQOO 9 48 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി ക്യാമറയാണ് സോണിയുടെ 48 മെഗാ IMX598 സെൻസർ ഉള്ള ക്യാമറ. ജിംബിൾ ക്യാമറയാണ് കേട്ടോ. സോ iQOO 7 OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയായിരുന്നു. ഇവിടെ ജിംബിളിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അതൊരു അപ്ഗ്രേഡ് ആണ്. ഓക്കെ, സോ കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലൈസേഷൻ കിട്ടും. സെക്കൻഡ് ക്യാമറയാണ് 13 മെഗാ അൾട്രാ വൈഡ് ക്യാമറ പ്ലസ് മാക്രോ. ഫൈനലി 13 മെഗാ പോർട്രേറ്റ് ക്യാമറ, 2x ഓപ്റ്റിക്കൽ സൂം ഉള്ള ഒരു പോർട്രേറ്റ് ക്യാമറയും വരുന്നുണ്ട്. 4K at 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ലൊരു സ്റ്റെബിലൈസേഷൻ ആണ് കിട്ടുന്നത്. നമുക്ക് നോർമലി OIS കിട്ടുന്നതിനേക്കാളും ബെറ്റർ സ്റ്റെബിലൈസേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ ഈ ജിംബിൾ സ്റ്റെബിലൈസേഷൻ പ്ലസ് EIS, അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരു കോമ്പിനേഷൻ കൊണ്ട് 5 ആക്സിസ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. iQOOൻ്റെ ഫോൺസിൽ, iQOOൻ്റെ നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്ത ഫോൺസ്, അത് 7 ആണെങ്കിലും Z3 ആണെങ്കിലും Z5 ആണെങ്കിലും നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടിയത്. ഇവിടെയും വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ വെച്ചെടുത്ത ചില ഫോട്ടോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ചില ഫോട്ടോസ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു DSLR ലെവൽ ഫോട്ടോഗ്രാഫി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അതായത് നമ്മൾ നോർമലി DSLR വെച്ച് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോൻ്റെ ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു കളർ കാലിബ്രേഷൻ ആണ്, നല്ല ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട്. അൾട്രാവൈഡ് നോക്കിയാലും നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഓക്കെ, കളേഴ്സൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം വൈഡ് റേഞ്ച് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 13 മെഗാ അൾട്രാവൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്തൊരു സംഭവമാണ് ഇതിൻ്റെ മാക്രോ ഫോട്ടോഗ്രാഫി. ഒരു മാക്രോ ഫോട്ടോഗ്രാഫർ അല്ലാതെ എനിക്ക് പോലും ഇതുപോലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് എഡിറ്റഡ് അല്ല കേട്ടോ, ഇത് അൺഎഡിറ്റഡ് ഡയറക്ട്ലി ഔട്ട് ഓഫ് ദ ക്യാമറ ഫോട്ടോസ് ആണ്. വളരെ നല്ല മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളൊരു മാക്രോ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ് iQOOൻ്റെ iQOO 9. പിന്നെ പോർട്രേറ്റ് ക്യാമറ നോർമലി നമുക്ക് വേണമെങ്കിൽ 2x സൂം ലെൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമലി ഇത് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസ്. നല്ല പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ബൊക്കെ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. റിയർ ക്യാമറ പെർഫോമൻസ് പോലെ തന്നെ സെൽഫി ക്യാമറ പെർഫോമൻസും നല്ലതാണ്. ഈവൻ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസിൽ അത്യാവശ്യം എക്സ്പോഷർ ഒക്കെ വരുന്നുണ്ട്. സോ iQOO ഓവറോൾ ക്യാമറ പെർഫോമൻസ് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം iQOO 7 വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി ബെറ്റർ ചിപ്സെറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു പെർഫെക്റ്റ് ക്യാമറ ഫോണാണോ എന്ന് ചോദിച്ചാൽ അല്ല.
ചില സംഭവങ്ങൾ മിസ്സിംഗ് ആണ്. സ്പെഷ്യലി ഇത്രയും പവർഫുൾ ഉള്ള ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് സെൽഫി ക്യാമറയിൽ 4K ഫീച്ചർ കൊടുക്കേണ്ടതായിരുന്നു. സെൽഫി ക്യാമറ വീഡിയോ 1080p at 30 FPS ആണ് മാക്സിമം. 1080p റെസൊല്യൂഷൻ ആണെങ്കിലും അതിൽ EISന്റെ സപ്പോർട്ടെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യായിരുന്നു. പിന്നെ നോർമലി വിവോ iQOO ഫോൺസിൽ വരുന്ന ആ ഒരു വെളുപ്പിക്കലുണ്ടല്ലോ ഫേസിൻ്റെ, സ്പെഷ്യലി പോർട്രേറ്റ് മോഡ് വിത്ത് HDR വരുമ്പോഴാണ് അത് വരുന്നത്. അതിവിടെയും വന്നിട്ടുണ്ട്. സ്പെഷ്യലി ഇന്ത്യക്കാരുടെ ഫേസിൽ അത്രയും സൂട്ട് ആവുന്നില്ല ഈ വൈറ്റനിങ്. iQOO 9 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 8GB 128GB ആൻഡ് 12GB 256GB. എൻഹാൻസ്ഡ് LPDDR5 ആൻഡ് എൻഹാൻസ്ഡ് UFS 3.1 സ്റ്റോറേജ് ആണ് റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പ്. സോ അതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. ഒരു കുറവും വരുത്തിയിട്ടില്ല. അതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ വരുന്നുണ്ട്. പിന്നെ ആ ഒരു എക്സ്റ്റൻഡ് റാമിൻ്റെ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4GB എക്സ്റ്റൻഡ് റാം കിട്ടുന്നുണ്ട്. എക്സ്റ്റൻഡ് റാം 2.0 ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ SD കാർഡിന് വേണ്ടിയുള്ള സ്പേസ് ഇവിടെ വരുന്നില്ല. ക്വാൾകോമിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888+ ചിപ്സെറ്റ് ആണ് ഇവിടെ വരുന്നത്. ഒരു 5G ചിപ്സെറ്റ് ആണ്. വളരെ പവർഫുൾ ചിപ്സെറ്റ് ആണ്. 5 നാനോമീറ്റർ ആണ് ഫിൻഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി. 3.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. സോ ഒരു സംശയം വേണ്ട, നോർമൽ യൂസിന് വേണ്ടി ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, വളരെ സ്മൂത്ത്ലി റൺ ആവുന്നുണ്ട്. 120 Hz ഒക്കെ വളരെ ഈസിലി മാനേജ് ചെയ്യുന്നുണ്ട്. iQOO 7 ഉണ്ടായിരുന്ന ആ ഒരു ഡ്യുവൽ ചിപ്പ് ഫീച്ചർ ഉണ്ടല്ലോ, അത് ഇവിടെയും വരുന്നുണ്ട്. അതായത് ഒരു മെയിൻ SoC ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് വരുന്നുണ്ട്. ഈ അഡീഷണൽ ചിപ്പ് കൊണ്ട് നമുക്ക് 2 ഉപയോഗങ്ങളുണ്ട്. ഫസ്റ്റ് ആണ് ഫ്രെയിം റേറ്റ് കൂട്ടാൻ പറ്റും. അത് BGMI-ലും CAD-ലും രണ്ടിലും റൺ ആവുന്നുണ്ട്. സോ ബേസിക്കലി MEMC ടെക്നോളജി വെച്ചാണ് ഫ്രെയിം റേറ്റ് കൂട്ടുന്നത്. സെക്കൻഡ് യൂസ് ആണ് SDR to HDR ചെയ്യാൻ പറ്റും. ഈ ഫോണിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡ്യുവൽ X-ആക്സിസ് മോട്ടർ വരുന്നുണ്ട്. സോ നോർമലി സിംഗിൾ X-ആക്സിസ് മോട്ടറാണ് വരുന്നത്. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ X-ആക്സിസ് മോട്ടർ വെച്ച് അവർ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വൈബ്രേഷൻ, നമ്മൾ ഫയറൊക്കെ ചെയ്യുമ്പോൾ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ മോൺസ്റ്റർ ടച്ചിൻ്റെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് 2 പ്രഷർ സെൻസിറ്റീവ് ബട്ടൺസ് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും, LNR. അതേ രീതിയിൽ അൾട്രാ ഗെയിം മോഡൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഓവറോൾ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടിയത്. BGMI-ൽ നമുക്ക് HDR സെറ്റിംഗ്സിൽ എക്സ്ട്രീം വരെ കളിക്കാൻ പറ്റുന്നുണ്ട്. അതായത് HDR with 60 FPS. അതേ സമയത്ത് സ്മൂത്തിൽ 90 FPS അൺലോക്ക്ഡ് ആണ്. സോ നമുക്ക് വേണമെങ്കിൽ 90 FPS കുറച്ചും കൂടി സൂപ്പർ സ്മൂത്ത് ഹയർ FPSൽ കളിക്കാനുള്ള ഓപ്ഷൻ ഈ ഫോണിൽ വരുന്നുണ്ട്. സോ മാക്സിമം ഗ്രാഫിക്സ് സെറ്റിംഗ്സ് എനേബിൾഡ് ആണ്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. ക്ലോസ് ടു 8.4 lakhിൻ്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഏത് ഗെയിം ഇട്ട് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ വർക്കാവും, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. 73-75% ആണ് ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ കിട്ടിയ പെർസെൻറ്റേജ്. ഓക്കെ, ആ ത്രോട്ട്ലിംഗ് ടെസ്റ്റിന് ശേഷം ഫോൺ ചെറിയ രീതിയിൽ ഹീറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായി ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 888+ൻ്റെ ഒരു സംഭവമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ 888 ആണെങ്കിലും 888+ ആണെങ്കിലും രണ്ടിലും മാക്സിമം നമ്മൾ ത്രോട്ട്ലിംഗ് എന്ന് പറയുമ്പോൾ മാക്സിമം പുഷ് ചെയ്യുകയാണ് ആ ചിപ്സെറ്റിന്. സോ മാക്സിമം പുഷ് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ത്രോട്ട്ലിംഗ് ഹീറ്റിംഗ് വരുന്നുണ്ട്. നോർമൽ യൂസ് ആണെങ്കിലും BGMI ഒക്കെ ആണെങ്കിലും അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആയി. കാരണം ഇവിടെ ഫുൾ കവറേജ് വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഹീറ്റിംഗ് പെട്ടെന്ന് അങ്ങ് പോയത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 12 വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ് ജോബ്. അത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈയിടെ നമ്മൾ അൺബോക്സ് ചെയ്ത ചില ഫോൺസിലൊക്കെ ഈവൻ നൗ Android 11 ആയിരുന്നു, ഇവിടെ Android 12 വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. അതിൻ്റെ കൂടെ ലേറ്റസ്റ്റ് ഫൺടച്ച് OS 12 കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. iQOO 7 ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് യൂസ് ചെയ്യുന്നൊരു OS ആണ്. ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു OS ആണ് ഫൺടച്ച് OS. ഫൺടച്ച് OS 12 ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു OS ആണ്. തീർച്ചയായിട്ടും ചെറിയൊരു ട്രിമ്മിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ആ ഒരു ഹോട്ട് ഗെയിംസ്, ഹോട്ട് ആപ്സിൻ്റെ സംഭവം ഇവിടെയും വരുന്നുണ്ട്. അത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഔട്ട് ഓഫ് ദ ബോക്സ് അവർ സ്വിച്ച് ഓഫ് ചെയ്ത് തരേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് വരുന്നുണ്ട്. ഓക്കെ, ആ സംഭവമുണ്ട്. പിന്നെ അവിടെ ചില്ലറ ബ്ലോട്ട്വെയർസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഈ iQOO 7 ഞാൻ ഇതുവരെ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്തിട്ടില്ല. അതേ രീതിയിൽ iQOO 9 നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതുവരെ എനിക്ക് കിട്ടിയത്. ഓക്കെ, പിന്നെ ഫൺടച്ച് OS 12 ചില ഇൻട്രസ്റ്റിംഗ് പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് ഓൾറെഡി ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, ഞാൻ മേളിൽ ലിങ്ക് ഇട്ട് തരാം. നമുക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. 4350 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജിങ് വരുന്നുണ്ട്. iQOO പറയുന്നതനുസരിച്ച് നമുക്ക് 50%, 0 to 50% വെറും 6 മിനിറ്റ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. 0 to 100% കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് വെറും 18 മിനിറ്റ് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, 20-22 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. അതേ രീതിയിൽ ഫേസ് അൺലോക്കും ഫംഗ്ഷനിങ് ആണ്. പിന്നെ ആ X-ആക്സിസ് ലീനിയർ മോട്ടർ ഉള്ളതുകൊണ്ട് നല്ല ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ 4G ഡ്യുവൽ 5G രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
8 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. വൈഫൈ കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. നോർമലി വരുന്ന എല്ലാ സെൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി സാർ വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. iQOO 7 കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും iQOO 9 ഒരു നല്ല അപ്ഗ്രേഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സിനും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിലും ചിപ്സെറ്റ് ആണെങ്കിലും ക്യാമറ പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ഹാർഡ്വെയർ ചാർജിങ് എല്ലാ പോയിന്റ് ഓഫ് വ്യൂന്നും നല്ല അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. നല്ലൊരു ഫോണാണ്, തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ്. ഇതിൻ്റെ പ്രൈസിങ് എനിക്കറിയില്ല, ഞാൻ ലോഞ്ചിന് മുന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ iQOO നല്ലൊരു അഗ്രസീവ് പ്രൈസിങ്ങിലായിരിക്കും മിക്കവാറും ഇറക്കുന്നത്. ഞാൻ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം, കണ്ടു നോക്കുക. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായം കൂടി ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത്. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.